കർണാടകയിൽ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. അന്നു മുതൽ BJPക്ക് വലിയ കണ്ണുകടിയാണ്. എങ്ങനെ ഈ ഭരണം തള്ളിയിടാൻ കഴിയും? എങ്ങനെ വിചാരിച്ചിട്ടും നടക്കുന്നില്ല. BJPയും JDSഉം ഒപ്പം കൂടിയിട്ടും കർണാടകയിൽ ഒന്നും നടത്താൻ പറ്റാത്തതിന്റെ അസ്വാഭാവികതയുണ്ട്. സിദ്ധരാമയ്യക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കുടുക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ട് പോലും അത് നടക്കുന്നില്ല. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ പടലപ്പിണക്കം ഉണ്ട് എന്നും അതിരൂക്ഷമാണെന്നും ഒക്കെ ഗോദി മീഡിയകൾ വാർത്ത അടച്ചുവിട്ടിട്ടും ഇരുവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നുമില്ല. അതോടുകൂടിയാണ് ഓപ്പറേഷൻ താമരയുമായി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ യെദ്യൂരപ്പ ചെയ്ത അതേ പ്ലാൻ കുറച്ചുകൂടി മികച്ച രീതിയിൽ നടപ്പിലാക്കിയാൽ കർണാടക സർക്കാർ വീഴും എന്നൊക്കെയാണ് BJP കരുതുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഭരണകക്ഷി MLA-മാരെ സ്വാധീനിക്കാൻ, അവിടെ 60ഓളം MLA-മാരെ ചാടിക്കാൻ ഓരോരുത്തർക്കും 100 കോടി വീതം കൊടുക്കുക. അങ്ങനെ 60 MLA-മാർക്കായി 6000 കോടി രൂപ പെട്ടിയിൽ നിന്നും ഇറക്കുക. അതാണ് ഇപ്പോൾ BJPയുടെ പദ്ധതി. BJP ഇതിനുവേണ്ടി എല്ലാ ചരടും വലിക്കുന്നു എന്ന ഇൻഫർമേഷനാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. DK ശിവകുമാർ ഉറപ്പിച്ചു പറയുന്നു, ഈ ഡീൽ പൊളിയുക തന്നെ ചെയ്യും. MLA-മാർക്ക് പണം കൊടുത്ത് ചാക്കിലാക്കാം എന്നുള്ള വിചാരം താൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നാണ് DK ശിവകുമാർ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസിനകത്തെ ട്രബിൾ ഷൂട്ടറാണ് DK ശിവകുമാർ. നിലവിൽ കർണാടകയിലെ PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും കൂടിയായിട്ടുള്ള DK ശിവകുമാർ അവിടെ കോൺഗ്രസിന്റെ എല്ലാ MLA-മാരെയും സംരക്ഷിക്കാൻ കൂടിയുള്ള ബാധ്യതയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ്. അട്ടിമറി ശ്രമം നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 50ഓളം MLA-മാരെ എങ്കിലും പിടിക്കാൻ ആയാൽ അവരെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം BJP നടത്തുന്നു എന്നുള്ള ആരോപണം അതിശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആളൊന്നിന് 100 കോടി, ഇതാണ് BJPയുടെ ഡീൽ എന്നാണ് പറയുന്നത്. നമുക്കറിയാം 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് JDSഉം കോൺഗ്രസും ചേർന്ന് സംയുക്തമായിട്ടുള്ള മന്ത്രിസഭയാണ് രൂപീകരിച്ചത്. കുമാരസ്വാമി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. അന്ന് JDSലെ പല MLA-മാരെയും സ്വാധീനിച്ച് BJP മന്ത്രിസഭ പൊളിച്ചടുക്കി. എന്നാൽ ഇപ്പോൾ അതേ കുമാരസ്വാമി BJPയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ്. അതായത് മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയാണ്. പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പ് വിഷയം അതിശക്തമായി ആളിക്കത്തി ആകപ്പാടെ ആ പാർട്ടിയിൽ നിന്നും യുവാക്കളും വനിതകളും ഒഴിഞ്ഞുപോയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ചന്നപട്ടണ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം ഏറെ നിർണായകമായി മാറാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് BJP അവിടെ അട്ടിമറിക്ക് വേണ്ടിയുള്ള കളം നിറയ്ക്കുന്നത്.